ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹബന്ധം ഭാഗം 2026. ഇന്ന് ജൂലൈ മാസം 18-ാം തീയതി. ഈ ആണ്ടിലെ 199-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആദിമസഭ സുവിശേഷം പങ്കുവെക്കുന്ന ഉത്തരവാദിത്വം എത്ര ഭംഗിയായിട്ടാണ് നിർവഹിച്ചത്. തീർച്ചയായിട്ടും അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം കാര്യമായി വായിക്കേണ്ടതാണ്. ആത്മനിറവുള്ള ഒരു സഭാ സമൂഹം, അവർ ഒരേ മനസ്സും ഒരേ ആത്മാവും ഉള്ളവരായി ജീവിക്കുന്നു. സാമ്പത്തിക വിഭവങ്ങളുടെ പങ്കിടിയിലായില്ല അവരുടെ ഒരുമയുടെ പ്രധാന ആവിഷ്കാരം. ഒരുപക്ഷെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത ഉടൻ തന്നെ ഉണ്ടാകുമെന്ന ചിന്തയിലാവാം ഈ പൊതുവായ പങ്കിടിയിൽ ഒരുപക്ഷെ ഉണ്ടായത്. കാലാന്തരത്തിൽ അത് നിന്നുപോയിട്ടുള്ള ഒരു വാസ്തവമാണ്. എങ്കിലും ഈ വലിയ പരീക്ഷണത്തിന്റെ അന്തസത്ത ഒന്നും കൂടി ഒന്ന് പരിശോധിച്ച് അറിയേണ്ടതാണ്. സമ്പത്തിനോടുള്ള, സാമ്പത്തിക വിഭവങ്ങളോടുള്ള വിശ്വാസികളുടെ വിപ്ലവകരമായ ഒരു മനോഭാവമാണ് അവിടെ അന്ന് പ്രകടമാക്കിയത്. സ്വകാര്യ സ്വത്ത് ആക്ഷരികമായി വിശ്വാസികളെല്ലാവരും ഉപേക്ഷിച്ചു. പൊതു ഉടമസ്ഥ അവകാശം അവർ സമ്പത്തുകൾക്ക് നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ അതിനെ എടുക്കേണ്ടത്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരും തനിക്കുള്ള തന്റെ സ്വന്തമായ വിഭവങ്ങൾ കൊണ്ട് സ്വന്തമായി ജീവിക്കേണ്ടതല്ല എന്നൊരു നിശ്ചയത്തിലേക്ക് എത്തിക്കാണും. ഒപ്പമുള്ള ആവശ്യങ്ങളുള്ള തങ്ങളുടെ സഹവിശ്വാസികൾക്ക് കൂടി അവ പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്നൊരു വിശാലമായ വിചാരത്തിലേക്ക്, മനോഭാവത്തിലേക്കും അവർ എത്തിയതാവാം. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തില് ദൈവത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലില്ലേ, നിങ്ങളുടെ ഇടയിൽ ദരിദ്രൻ ഉണ്ടാകരുത്. ആ ഒരു നിയമത്തിന്റെ പൂർത്തീകരണമായിട്ടും കാണാവുന്നതാണ്. മനുഷ്യ ഹൃദയത്തിന്റെയും ചിന്തകളുടെയും ഔന്നത്യം നിശ്ചയിക്കുന്നത് മനോഭാവങ്ങളിലൂടെയാണ്. മനോഭാവം രൂപപ്പെടുന്നത് ശരിക്കും വിശ്വാസത്തിൽ നിന്നാണ്. എന്തായാലും എല്ലാം വിറ്റ് അപ്പോസ്തലരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന വിശ്വാസികളുടെ സമൂഹം, ആവശ്യമുള്ളവർക്ക് പങ്കിട്ടു കൊടുക്കാനുള്ള ഒരു മനസ്സ്. ആരും ഇത് നിർബന്ധിച്ചിട്ടല്ല, സ്വമനസാല നടന്നതാണ്. കുറേയും കൂടി നമ്മളൊരു അനുകമ്പയുള്ള ക്രിസ്തു ശിഷ്യരായി മാറേണ്ടതല്ലേ? കുറെ കൂടി ആരോടൊക്കെയാണ് അനുകമ്പ കാട്ടേണ്ടത്? ഒന്നാമത് അവനവനോട് തന്നെയാണ്, ഒപ്പമുള്ള മനുഷ്യരോട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മണ്ണ്, ഉപയോഗിക്കുന്ന വായു, വെള്ളം, പ്രപഞ്ചത്തോട്, ഭൂമിയോട്, എല്ലാത്തിനോടും കുറെ കൂടി അനുകമ്പയുണ്ടാവണം. ഒരു കടപ്പാടൊക്കെ ഒന്ന് തോന്നണ്ടേ? എന്തുമാത്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു, കുറെ കൂടി നൽകണ്ടേ? ഉള്ള വിഭവങ്ങൾ നൽകാനും കൂടി, പങ്കുവെക്കാനും കൂടി. കർത്താവേ, എന്നെയും പഠിപ്പിക്കണമേ, എന്നെയും പാകപ്പെടുത്തണമേ. ആമേൻ.